പൂഞ്ഞാർ മണ്ഡലത്തിലും ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ള നടന്നെന്ന വെളിപ്പെടുത്തലുമായി പി.സി. ജോർജ് പ്രചാരണത്തിനായി 4,45,00,000 രൂപ ചെലവായെന്ന കണക്കിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നാണ് പി.സി. പറയുന്നത്. ആരൊക്കെ വീതം പറ്റിയെന്ന് തനിക്കറിയില്ല. പണം കൈകാര്യം ചെയ്തത് ബി.ജെ.പി നേതാവ് സജിയാണ്. കണക്ക് ചോദിച്ചാൽ ബി.ജെ.പി പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാകുമെന്നും പി.സി. ജോർജിന്റെ ആരോപണം. ₹4.5 കോടി ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ്. അറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ അതിന് വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചോളൂ. ഞാൻ അങ്ങനെ തൊട്ടില്ല കേട്ടോ. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചേക്കണം. എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ലാത്തതാണ്. സാമ്പത്തിക കാര്യം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമോ? ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഇങ്ങോട്ട് തന്നു. 4,45,00,000 രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പറയില്ല. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മുഴുവൻ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു ചോദിച്ചു, അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വിട്ടാതിരിക്കാന്നുള്ളതാണ് മാത്രം. ഞാൻ വിടുന്നില്ല, ഇപ്പോഴും വിട്ടാൻ തയ്യാറില്ല. വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്ത്, കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും ചില തെളിവുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ന്യൂസ് മലയാളം തന്നെ ചില വാർത്തകൾ കുടിയുമായി ബന്ധപ്പെട്ടതൊക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ ബി.ജെ.പി തന്നെ പുറത്തത് നിഷേധിക്കുമ്പോഴും അകത്ത് അവർ അന്വേഷണം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ആണ് നിലവിൽ പി.സി. ജോർജ് ഇങ്ങനെ ഒരു കാര്യവുമായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് പക്ഷേ അവരുടെ തന്നെ സർക്കിളിൽ മാത്രമായിട്ടാണ് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും നിലവിൽ ഇത് പരസ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും പി.സി. ജോർജ് കൂടി പറയുന്നു, വലിയ കൊള്ള പൂഞ്ഞാറിലും ഉണ്ടായിരിക്കുന്നു, പൂഞ്ഞാറിലും ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്ന്. ശ്യാമലി ശശിധരൻ, പ്രധാനമായും 2 വിഷയങ്ങളാണ് ഇതിലുള്ളത്. അതിൽ രണ്ടാമത്തേതാണ് ഏറ്റവും ഗൗരവമുള്ളത്. അതിൽ ഒന്നാമത്തെ ഈ പി.സി. ജോർജിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ, എരുമേലിയിൽ നടന്ന ഒരു ബി.ജെ.പി യോഗത്തിലാണ് ജൂലൈയിൽ ഈ പ്രസംഗം നടത്തുന്നത്. 4.5 കോടി രൂപ ഫണ്ടായി എത്തി. അതിൽ 4,45,00,000 രൂപയുടെ കണക്ക് ബി.ജെ.പിയുടെ മധ്യമേഖല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജി കുരിക്കാട് തനിക്ക് നൽകി. ആ കണക്ക് ബി.ജെ.പി പ്രവർത്തകരെ പോലും കാണിക്കാൻ കഴിയില്ല. അത് നാണക്കേടുണ്ടാക്കും. ഈ ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പല ആളുകളും കാറുകൾ വാങ്ങിക്കുകയാണ്. അങ്ങനെ കാർ മേടിക്കുന്നവരുടെ കാർ ഇടിച്ചു പോകും. തൻ്റെ പ്രാക്കാണെന്നും പറയുന്നു. മാത്രമല്ല, എന്താണ് നടക്കുന്നത്, ഈ പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നത്, ഫണ്ട് ഇത്രത്തോളം വന്നിട്ടും അത് ബൂത്ത് തലത്തിൽ പോലും ഫണ്ടുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. 31,000 രൂപ ബൂത്തുകളിൽ നൽകേണ്ടതാണ് എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളും നടന്നില്ല. ബൂത്തുകളിൽ പണം എത്തിയിട്ടില്ല. പണം ആരൊക്കെയാണ് മുക്കിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ. ഇങ്ങനെയാണോ പാർട്ടി പ്രവർത്തനം നടത്തേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പി.സി. ജോർജ് ഈ യോഗത്തിൽ തുറന്ന് പ്രസംഗിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് ശ്യാമലി ഇതിലേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളത്. അതായത് ഒരു മണ്ഡലത്തിലേക്ക് ബി.ജെ.പി 4.5 കോടി രൂപ നൽകി എന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു വലിയ തുകയാണ്. അത്രയും പണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവാക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ അവർ കരുതി വെച്ചിരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് എത്ര പണം വീതമാണ് നൽകിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ പൂഞ്ഞാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് ബി.ജെ.പി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലങ്ങളിലേക്ക് എങ്ങനെയാണ് പണം നൽകിയത്, എത്ര അളവിലാണ് പണം നൽകിയത്, അത്രയും പണം ഒരു തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ കഴിയുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളടക്കം ഉയർത്തുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി.സി. ജോർജ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ പ്രശംസിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ഈ നേതാവായിട്ടുള്ള പി.സി. ജോർജ് നടത്തിയ പ്രസംഗമാണെങ്കിലും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര നേതൃത്വമാണ്. കാരണം ഈ കാര്യത്തിൽ സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതിലൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇപ്പോൾ പി.സി. ജോർജ് പറയുന്നത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് താൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ സജി കുരിക്കാട് ഉൾപ്പെടെയുള്ളവർ മാന്യമായ വ്യക്തികളാണ് എന്നുള്ളതാണ് പി.സി. ജോർജ് പറയുന്നത്. പക്ഷേ തനിക്ക് നേരിട്ട് കണക്ക് നൽകി ബോധ്യപ്പെട്ടെന്നാണ് പറഞ്ഞത്. ആരും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമല്ല. പ്രസംഗത്തിൽ അത് വ്യക്തമാണ്. ഏതാണെങ്കിലും ബി.ജെ.പിയുടെ നേതാവ് പി.സി. ജോർജിന്റെ പ്രതികരണത്തോടു കൂടി സംസ്ഥാന നേതൃത്വം കൂടി വെട്ടിലായിരിക്കുകയാണ്. ശരി, അജിത് വിവരങ്ങൾ നൽകിയത്.